ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ ഒരു കൊല്ലം നടക്കുന്ന വഴല്, പ്രസംഗം, ഉദ്ഘാടനം, അവിടുത്തെ ലൈറ്റ്, അവിടുത്തെ മൈക്ക്, അവിടത്തേക്ക് പോകുന്നതും വരുന്നതും വാഹനത്തിന്റെ ചെലവ്, ഇതെല്ലാം കൂടി നമ്മളൊന്ന് കണക്ക് നോക്കിയാൽ എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ മാത്രം ഉള്ള ഈ പദ്ധതികൾക്ക് ചെലവാക്കുന്ന അത്ര കാശ് മറ്റൊന്നിനും ചെലവാക്കണില്ല അല്ലേ? എത്ര വഴല്, എത്ര പ്രസംഗം, എത്ര ഉദ്ഘാടനം, അതിനെത്ര അനൗൺസ്, ഇതിന് ലക്ഷക്കണക്കിലാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ശ്രദ്ധിക്കണേ. ഇനി ഞാൻ പറയട്ടെ, ഇത് ചെലവഴിക്കാതിരിക്കാനുള്ള ഒരു മാർഗം എന്താണ്? ഈ ഉറക്കൊഴിച്ചിലും വേണ്ട. പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ വന്നുറങ്ങുമ്പോൾ 2:30 മണിയായി, 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ഒരു സെക്കൻഡ് കിടക്കാൻ കഴിയുമോ? മിനിയാന്ന് ഉറങ്ങുമ്പോഴും 1:30 മണിയായിരിക്കണം, 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഉറങ്ങാതെ ഞാൻ ഓടേണ്ട ആവശ്യം, തങ്ങൾ ഓടേണ്ട ആവശ്യം, വേറുള്ള ആൾ ഓടണ്ടേ? ഈ പണം ചെലവായിക്കേണ്ട ഒന്നും ആവശ്യമല്ല. എന്താണ്? വെള്ളിയാഴ്ച മെമ്പറിൽ ജുമാ ഖുതുബ നല്ല പ്രസംഗം കൊണ്ടടിച്ചാൽ ഇതിനൊക്കെ പരിഹാരമാവും. ഇത് സമ്മേളനമൊന്നും നടത്തേണ്ട ആവശ്യമില്ലല്ലോ. പരിഹാരമാകുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവിടെ നമ്മൾ ഇതൊക്കെ നടത്തി, ഉദ്ഘാടനമൊക്കെ നടത്തി, എന്നാലും ഇവിടെ ഇത് കേൾക്കാൻ വരാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും വീട്ടിന്റെ ഉള്ളിൽ. ജുമാക്ക് അങ്ങനെയല്ല, എല്ലാ വയസ്സന്മാരും കുന്നം മടിയും കുത്തിയിട്ട് വരും, എല്ലാ യുവാക്കളും വരും, എല്ലാ കച്ചവടക്കാരും വരും, എല്ലാ ഗ്രൂപ്പുകാരും വരും. അങ്ങനെ സർവ്വ ആളുകളും പള്ളിയിൽ ഒരുമിച്ചുകൂടി മിമ്പറിന്റെ മുകളിൽ ഖതീബ് അങ്ങോട്ട് കയറി നല്ല സ്ഫുടമായ ഭാഷയിൽ അങ്ങ് പ്രസംഗിക്കുക. 2 മണിക്കൂർ പ്രസംഗിക്കുക. എന്നാ പിന്നെ ഇവിടെ ഒറ്റ മുജാഹിദും ഉണ്ടാവില്ല, ഒരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവില്ല. അവരെ ഖണ്ഡിച്ചുകൊണ്ട് നമുക്ക് പ്രസംഗിക്കാലോ. ഒരു സമ്മേളനവും പിന്നെ നടത്തേണ്ടി വരില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പ്രാസംഗികന്മാരില്ലാത്തത് കൊണ്ടാണോ? അല്ല. മഴുതലിനൊക്കെ അങ്ങോട്ട് പോയാൽ ഇപ്പോ ഒരു 500 പ്രാസംഗികന്മാർ അവിടെ മഴുതലിലുണ്ടാവും, നല്ല സ്ഫുടമായിട്ട് പ്രസംഗിക്കും. അതുപോലെ മർക്കസിലേക്ക് പോയാൽ നിങ്ങൾക്ക് എത്രയോ പ്രാസംഗികന്മാർ അവിടെയുണ്ട്. സഖാഫികളുണ്ട്, സൈദികളുണ്ട്, ഫൈദികളുണ്ട്, ഹസനികളുണ്ട്, അസനികളുണ്ട്, എല്ലാവരും പ്രസംഗിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാത്തതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് അടുക്കതിന് പണ്ടൊക്കെ ആ പരിപ്പൊന്നും പോവില്ലപ്പോ. എല്ലാ സുന്നികൾക്കും പ്രസംഗിക്കാൻ അറിയാം. പ്രസംഗിക്കുന്ന 100 ചെറുചെറുക്കുള്ള പ്രാസംഗികന്മാരുണ്ട്. അതില്ലാത്തത് കൊണ്ടല്ല. ഈ പ്രസംഗം കേൾക്കാൻ എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കും. ഖതീബ് മിമ്പറിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ വയസ്സനും കുട്ടികളും ചെറുപ്പക്കാരും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, കക്ഷി വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും കേൾക്കുമെന്ന ഈ ലക്ഷ്യമുണ്ടായിട്ട് പോലും ഞങ്ങളത് ചെയ്യാത്തത് എന്താണെന്നറിയുമോ? അല്ലാഹു തആല അത് വിരോധിച്ചത് കൊണ്ടാണ് കേട്ടോ. ഇസ്ലാം അത് വിരോധിച്ചത് കൊണ്ടാണ്. ജുമുഅ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട് ജുമുഅ നിസ്കരിച്ചാൽ ഖിയാമത്ത് നാൾ വരെ
ആ ജുമുഅ സഹീഹല്ല, അത് ബാത്തിലാണ്, തള്ളപ്പെട്ടതാണ്, കുറ്റകരമാണ്. യാതൊരു സംശയവും ഇല്ല. ആരെങ്കിലും മഞ്ചേരി പോകുമ്പോ തൽക്കാലം ഇവിടെ കയറിക്കട്ടെ എന്ന് കരുതിപ്പോകണ്ട. നിങ്ങൾക്ക് വേറെ ജുമുഅ ഇല്ലെങ്കിൽ ഈ പരിഭാഷ ജുമുഅയിൽ കൂടണ്ട. നിങ്ങൾ ജുമുഅ നിസ്കരിക്കണ്ട. നിസ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനായി പോകും. ഒന്നുമില്ലാതെ നിസ്കരിക്കുന്നത് പോലെ, ജനാപത്തോടുകൂടി നിസ്കരിക്കുന്നത് പോലെ തന്നെ കുറ്റമുള്ളതാണ് ഈ പരിഭാഷ ചെയ്യുന്ന ജുമുഅ എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ചില ആള് ധൈര്യം കൊണ്ട് വരുന്നില്ല പരിഭാഷ കൊണ്ട് തുടങ്ങൂടാൻ. നമ്മൾ തൽക്കാലം താഴെ നാക്കാതെ അതാ അത് കുരങ്ങിന് എടി വെച്ചു കൊടുത്തതുപോലെ അങ്ങോട്ട് കയറാനുള്ള ഒരു എടി വെച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വെള്ളിയാഴ്ച അൽ കൗഫ് സൂറത്ത് ഓതേണ്ട ദിവസമാണ്, സ്വലാത്ത് ചൊല്ലേണ്ടുന്ന ദിവസമാണ്. ജുമാക്ക് വന്നാൽ അൽ കൗഫ് ഓതുകയും സ്വലാത്ത് ചൊല്ലുകയും ചെയ്യണം. അതിനെ തടയുന്നവനേക്കാൾ അക്രമിയായ മനുഷ്യൻ ആരാണ് ഉള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജുമുഅന്റെ മുമ്പുള്ള പ്രസംഗവും പാടില്ലെന്ന് ഉലമാക്കൾ പറഞ്ഞത് അങ്ങനെയാണ്. മക്കളെ,